നമസ്കാരം. സ്മാർട്ട് സിറ്റി ബസ്സുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ മേയർ എടുത്തിട്ട് ഒന്നുകൂടി അലക്കിയിട്ടുണ്ട്. മേയർ മൂക്കാതെ പഴുത്ത് വന്നിരുന്നതിന് ശേഷം കയറി ഉടനെ ഒന്ന് കൈയടിക്ക് വേണ്ടി സ്മാർട്ട് സിറ്റി ബസ്സുകൾ ഉടനടി പിടിച്ചെടുക്കുമെന്നുള്ള ഡയലോഗ് അടിച്ചതിന് അന്ന് തന്നെ 24 മണിക്കൂറിനകത്ത് ഒരു പേപ്പർ എഴുതി തന്നാൽ അത് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പറഞ്ഞത് അവിടെ നിർത്തിയിട്ടില്ല. ചില മണ്ടന്മാര് പറയുന്ന ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടി അല്ലയോ അതിന് ലാഭമല്ലേ എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വണ്ടി ലാഭമാണ്. ഫ്രീ ആയിട്ട് എങ്ങനെ വണ്ടി കിട്ടുന്നത്? അത് ബസ് വാങ്ങാൻ മാത്രമല്ല, ഏതോ മണ്ടൻ ചോദിക്കുന്ന ബസ് വാങ്ങാൻ. അങ്ങനെ ഒരു ബസ്സിന് എത്ര കോടി രൂപയെന്നാണ് അത് മണ്ടനായതുകൊണ്ട് ചോദിക്കുന്നത്, ബുദ്ധിയുള്ളവൻ ചോദിക്കില്ല. തിരുവനന്തപുരത്തെ ബസ്സുകളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല, ആ ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മേയർ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അദ്ദേഹം ഞാനുമായിട്ട് നേരിട്ട് കാണാൻ വരുന്നുണ്ട്, അദ്ദേഹം ഞാനോട് സംസാരിക്കും. അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കണ്ട, അതൊന്നും KSRTC ബാധിക്കുന്ന വിഷയങ്ങളല്ല. ലാഭത്തിന്റെ വീതം കൊടുക്കണം എന്നാണ്. ലാഭം ഉണ്ടാകുമ്പോൾ കൊടുക്കും, ലാഭം ഉണ്ടെന്നുള്ള കണക്ക് നോക്കുമ്പോൾ അറിയാം. ആ കണക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ഇന്നിപ്പോ അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ മണ്ടനായ മേയറിന് ഏതോ ഒരു മണ്ടൻ ഒരു ഉപദേശം കൊടുത്തു. ആ മണ്ടത്തര അതേപടി മാധ്യമങ്ങളെ വിളിച്ച് വലിയ തഗ് ഡയലോഗ് അടിച്ചതിനെ കുറിച്ച് ഗണേഷ് കുമാർ പരസ്യമായി അങ്ങോട്ട് പ്രതികരിച്ച് ഡയലോഗ് അടിക്കാൻ വന്ന മേയറെ വീണ്ടും ചവിട്ടിയെടുത്ത് മൂലയിൽ വയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കണക്കിന് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. ചില സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളിലൂടെ സ്കോർ ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ചിലരുടെ കൈയടിക്ക് വേണ്ടിയൊക്കെ അടിക്കുന്ന ഡയലോഗിനെ നേരിടേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഈ രാഷ്ട്രീയ മാന്യത അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തസ് നമ്മൾ പുലർത്തേണ്ട ചില കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വരുത്തി വയ്ക്കുന്ന അപകടങ്ങൾ. ഇപ്പോൾ മോശമായ പദപ്രയോഗമല്ല, പറയേണ്ടത് രൂക്ഷമായി തന്നെ പറയേണ്ടതുണ്ട്. അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കും തോന്നണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. അല്ലാതെ അവർ ഇങ്ങോട്ട് എങ്ങനെ ആഞ്ഞടിച്ചാലും ഒരുമാതിരി ഗാന്ധിയൻ ശൈലിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ പറയുന്നതിന്റെ ആധികാരികത സംബന്ധിച്ച് ഒരു സംശയം വരും. അതാണ് ഗണേഷ് കുമാർ വലതുപക്ഷ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന ആ തന്ത്രത്തെ അതേ രീതിയിൽ, അതായത് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന ശൈലിയിൽ മറുപടി കൊടുക്കുന്നത്. KSRTC ലാഭം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരുപാട് കടവും 2700 കോടി കടവും പല ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ച ആനുകൂല്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കുടിശ്ശികൾ കിടക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, ഒരു ദിവസം ഓടുന്നത് വരവും ചെലവും തമ്മിലുള്ള ഓടിയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ പോകുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ് എന്ന് മലയാളിക്ക് നെഞ്ചിൽ കൈവച്ച് അഭിമാനിക്കാമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ, അതിൽ തന്നെ ഞാൻ 2 വർഷം മന്ത്രിയായി ചുമതല എടുക്കുമ്പോൾ ഒരു ബസ്സിന്റെ ശരാശരി വരുമാനം കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ശരാശരി വരുമാനം 2500 രൂപയായിരുന്നു. ഒരു ബസ് 113 പ്ലസ് 50, ശരാശരി ഒരു ദിവസം 2500 രൂപ. 2500 കൊണ്ട് എന്താവും? അതായത് 1 കിലോമീറ്റർ ഓടുമ്പോൾ 26 രൂപയിൽ താഴെ, 24 രൂപ. അതുകൊണ്ട് എന്താവും എന്ന് പറയുന്നത്? ഒരു ബസ് ഓടുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 കിലോമീറ്റർ ഓടുമ്പോൾ 44 രൂപ കിട്ടണം. 44 രൂപ കിട്ടിയാൽ നഷ്ടമില്ല, ലാഭമില്ല. ഒരു ഓർഡിനറി ബസ് ആണെങ്കിൽ 54 രൂപ കിട്ടണം. 54 രൂപ കിട്ടിയാൽ നഷ്ടമില്ല, ലാഭമില്ല. പക്ഷേ KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ നേടിയിരുന്ന 24 രൂപയാണ്. ഇന്ന് അത് നേടുന്നത് 48 രൂപയാണ്. അപ്പം ലാഭമുണ്ടോ? ലാഭത്തിന്റെ വീതം തരൂ എന്നൊക്കെ ആൾക്കാർ പറയും. ലാഭത്തിന്റെ വീതമാണ് കൊടുക്കേണ്ടത്, അല്ല റവന്യൂവിന്റെ വീതമല്ല. ലാഭത്തിന്റെ വീതം എടുത്താൽ പഴയ നഷ്ടവും ഇപ്പോഴത്തെ ലാഭവും കൂടി ചേർത്ത് കൂട്ടിയാൽ നഷ്ടം തന്നെ, കണക്ക് നഷ്ടം തന്നെ. ആരോ ഒരാൾ ചോദിച്ചു, പിന്നെ മന്ത്രി പറഞ്ഞു 1133 കോടി രൂപയുടെ പദ്ധതി, നഗരവികസന പദ്ധതി. വണ്ടി വാങ്ങിച്ച പദ്ധതിയല്ല, മണ്ടന്മാർ അത് ചോദിക്കുള്ളൂ. എന്തെന്നറിയാം, ഒരു മണ്ടനെ കൊണ്ടേ അത് ചോദിക്കാം. കാരണം വെച്ചാൽ 113 വണ്ടിക്ക് 1 കോടി രൂപ വെച്ച് 113 കോടി അല്ലേ ഒരു മണ്ടൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു വണ്ടിക്ക് എത്ര? 1300 ഡ്രെയിനേജ് പണിയാൻ, പൈപ്പ് ലൈൻ കൊടുക്കാൻ, തിരുവനന്തപുരം നഗരത്തിൽ റോഡുകൾ ഇടാൻ, സോളാർ പാനലുകൾ പിടിപ്പിക്കാൻ, അങ്ങനെയൊക്കെ എല്ലാ പദ്ധതി കൂടെ ചേർത്തിട്ടാണ് 500 കോടി കേന്ദ്ര സർക്കാരും 500 കോടി സംസ്ഥാന സർക്കാരും 133 കോടി രൂപ 34 കോടി രൂപ കോർപ്പറേഷനും ചെലവഴിച്ചു. ഞാൻ പറഞ്ഞ കണക്ക് ശ്രദ്ധിക്കണം. അത് ബസ് വാങ്ങാൻ മാത്രമല്ല, ഏതോ മണ്ടൻ ചോദിക്കുന്ന ബസ് വാങ്ങാൻ. അങ്ങപ്പോൾ ഒരു ബസ്സിന് എത്ര കോടി രൂപയെന്നാണ്? അത് മണ്ടനായതുകൊണ്ട് ചോദിക്കുന്നത്, ബുദ്ധിയുള്ളവൻ ചോദിക്കില്ല. കാരണം നഗരവികസന പദ്ധതി എന്ന് പറയുന്ന ഡ്രെയിനേജ് പണിയും റോഡ് പണിയും പിന്നെ കുടിവെള്ള പദ്ധതിയുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് 1134 കോടിയുടെ പദ്ധതി. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഷെയറാണ് കൂടുതൽ. ഓരോ ബസ്സിലും അങ്ങനെ നോക്കുമ്പോൾ ഓരോ ബസ്സിലും ഷെയർ സംസ്ഥാന സർക്കാരിനാണ്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലേ, ലാഭമല്ലേ? ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ല. കാരണം ഏതോ ഒരു കമ്പനിക്ക് പണം GST അടച്ച് ബില്ലെഴുതി പണം കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. അതായത് 500 കോടി തന്നതിന്റെ ഒരു ഓഹരി കേന്ദ്രത്തിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ ഓഹരി, കോർപ്പറേഷന്റെ ഓഹരി, ഇതെല്ലാം വെച്ചുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്, അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ല. ചില മണ്ടന്മാർ പറയുന്ന ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലോ അതിന് ലാഭമല്ലേ എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടി ലാഭമാണ്. ഫ്രീ ആയിട്ട് എങ്ങനെ വണ്ടി കിട്ടുന്നത്? 1 കോടി രൂപ വരെയുള്ള വണ്ടി ബില്ല് കൊടുത്ത് ടാക്സ് അടച്ച് വാങ്ങിച്ചിരിക്കുന്ന വണ്ടിയാണ്. ആ വണ്ടിക്ക് ലാഭമല്ലയോ എന്ന് ചോദിച്ചാൽ അത് ലാഭമാവുന്ന എങ്ങനെയാണ്? ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആ വണ്ടി വാങ്ങിച്ച വില, ഇവിടെ കിടക്കുന്ന ഈ ലിങ്ക് ബസ്സിന് ഏതാണ്ട് 36 ലക്ഷം രൂപ വില.
ഈ 36 ലക്ഷം രൂപ വിലയായിട്ട് കൂട്ടണ്ടേ? 36 ലക്ഷം രൂപ, അതിന്റെ ടയർ, അതിന്റെ ഡീസൽ, അതിന്റെ ശമ്പളം എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് വണ്ടി 1 കിലോമീറ്റർ ഓടിയാൽ എത്ര രൂപ വേണമെന്ന് കണക്കാക്കുന്നത്. അപ്പൊ ആ കണക്കനുസരിച്ച് നഷ്ടത്തിൽ തന്നെയാണ്. ആ ലാഭത്തിന്റെ വീതം കൊടുക്കാം എന്നല്ലാതെ എഗ്രിമെന്റിൽ എവിടെയും പിന്നെ കിട്ടുന്നതിന്റെ ഓഹരി കൊടുക്കാന്ന് എവിടെ അതെങ്ങനെ കച്ചവടം ഉണ്ടോ ലോകത്ത് എവിടെയെങ്കിലും? അതായത് വരുമാനത്തിന്റെ ഒരു ശതമാനം തരാം എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വരുമാനത്തിന്റെ ശതമാനം കൊടുക്കാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ലാഭത്തിന്റെ വീതം കൊടുക്കണം എന്നാണ്. ലാഭം ഉണ്ടാകുമ്പോൾ കൊടുക്കും. ലാഭം ഉണ്ടെന്നുള്ള കണക്ക് നോക്കുമ്പോൾ അറിയാം. ആ കണക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. കൃത്യമായ കണക്കെടുക്കുകയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്, ബികോം കൊമേഴ്സ് പഠിച്ചവർക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊരു സാധനമുണ്ട്. കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ 1 കിലോമീറ്റർ ഓടാൻ ഒരു വണ്ടിക്ക് എത്ര രൂപ വരും, അപ്പൊ ആ പൈസ കൊണ്ട് നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. അതാണ്, അല്ലാതെ പറയുന്നത് മണ്ടത്തരങ്ങളല്ല. ഇത് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ചുമ്മാ പറയുന്നതല്ല. തിരുവനന്തപുരത്തെ ബസ്സുകളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ആ ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മേയർ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അദ്ദേഹം ഞാനുമായിട്ട് നേരിട്ട് കാണാൻ വരുന്നുണ്ട്. അദ്ദേഹം ഞാനായിട്ട് സംസാരിക്കും. അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ട. അതൊന്നും KSRTC ബാധിക്കുന്ന വിഷയങ്ങളല്ല. ജനങ്ങളെ ഒരു കാര്യം ഉറപ്പ് പറയാം, ജനങ്ങൾക്ക് ബസ് കിട്ടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു ബസ്സും കുറയ്ക്കില്ല. ബസ് കൂടുതേ ഉള്ളൂ. ബസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം KSRTCയുടെ റോഡിൽ ഇറങ്ങി നോക്കൂ, റോഡ് നിറച്ച് KSRTC ബസ്സാണ്. ഓരോ ജീവനക്കാർക്കും അഭിമാനിക്കാം. മറ്റേ റോഡിൽ പോയാൽ ആരുമില്ല. അഖിലേന്ത്യാ കണക്ക് വെച്ച് നോക്കിയാൽ ഏറ്റവും കുറച്ച് വണ്ടി റോഡിൽ ഓടിയിരുന്നത് കേരളത്തിലാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വണ്ടി റോഡിൽ ഓടുന്നത് KSRTC ആണ്. വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അഖിലേന്ത്യാ തലത്തിലുള്ള പഠനത്തിൽ മറ്റ് കോർപ്പറേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ KSRTCയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വലിയ വളർച്ചയാണ്. ആരും പ്രതീക്ഷിക്കാത്ത, KSRTC ജീവനക്കാരോ മാനേജ്മെന്റോ സർക്കാരോ ഞാനോ പ്രതീക്ഷിക്കാത്ത വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അത് KSRTCക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. ഇത് തുടർന്ന് പോകണം. അല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നിർത്തിയാൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് മൂക്കും കുത്തി താഴെ വീഴും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഈ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ അതിൻ്റെതായ ശൈലിയിൽ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിന് വിജയിച്ച് കയറാൻ കഴിയും. അല്ലാത്ത പക്ഷം ഇതിനേക്കാൾ വലിയ കുഴിയിലേക്ക് മൂക്കുത്തി വീഴും എന്നുള്ളതാണ്.